നിങ്ങൾക്കറിയുന്നത് പോലെ ഈ ഉരുൾപൊട്ടലിൽ സന്ധ്യയ്ക്ക് ഹസ്ബൻഡിനെ നഷ്ടപ്പെട്ടു. ഈ 3 മക്കളുണ്ട്. ഈ ഒരു സ്റ്റോറി നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു 24-ലൂടെ. ഏറ്റവും കൂടുതൽ ജനങ്ങൾ കണ്ട ഒരു വാർത്തയായിരുന്നു അത്. എപ്പോഴായിരുന്നു സംഭവം? മരിച്ചത് 1:30 വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ വീട് എവിടെ എക്സാക്റ്റ്? ചൂരൽമലയിലായിരുന്നു. ഈ രണ്ടാമത്തെ പൊട്ടലിലാണോ പ്രശ്നം ഉണ്ടായത്, അതോ ആദ്യത്തേലായിരുന്നോ? ആദ്യത്തേലാണ്. അപ്പൊ ഈ മക്കളൊക്കെ പഠിക്കാണോ ഇപ്പോ? വലിയ മോൾ 9ാം ക്ലാസ്. വീട് പോയോ? വീടെല്ലാം പോയി. ഇപ്പൊ ജീവിക്കാൻ മാർഗമില്ല. അപ്പൊ നമ്മൾ ഈ കുട്ടികളെ ഇപ്പൊ എവിടെ, ഏത് സ്കൂളിലൊക്കെ അയക്കുന്നത്? മേപ്പാടി സ്കൂളിൽ. തീർച്ചയായിട്ടും. അപ്പോൾ താങ്കൾ വിഷമിക്കേണ്ട. ഇദ്ദേഹത്തിൻ്റെ കാര്യം നമ്മുടെ ലിസ്റ്റിൽ ഇപ്പോൾ നമ്മൾ പെടുത്തിയിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തിന് തൽക്കാലം കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി 1 ലക്ഷം രൂപ 24 കണക്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കും. ഇപ്പോഴാണ് നമ്മളിത് അറിയുന്നത്. മറ്റ് സഹായങ്ങൾ ഇദ്ദേഹത്തിന് നമ്മൾ എത്തിച്ചു കൊടുക്കും. താങ്കൾ വിഷമിക്കേണ്ട, താങ്കൾക്കൊപ്പം ഞങ്ങളുണ്ട്. മക്കളെ വിഷമിക്കേണ്ട കേട്ടോ. എന്താ പേര്? മോളുടെ പേരെന്താ? ഈ ക്ലാസ്സിലാണ് പഠിക്കുന്ന മോള്. വിഷമിക്കേണ്ട, മോളുടെ പഠിത്തമൊക്കെ ഞങ്ങൾ ഏറ്റെടുക്കും കേട്ടോ. നമ്മൾ ചെയ്യും. കഥ എഴുത്തുകാരിയാണോ? അപ്പൊ കഥ എഴുതി കാശുണ്ടാക്കാമല്ലോ. ഉരുൾപൊട്ടലിനെ കുറിച്ച് അപ്പൊ ഇയാളെ കഥയൊക്കെ എഴുതും. അപ്പൊ ഈ മിടുക്കി കുട്ടികളെ നമ്മൾ അവരുടെ വിദ്യാഭ്യാസം നമ്മൾ ഏറ്റെടുക്കും. അതുകൂടാതെ ഇവർക്ക് സാമ്പത്തിക ചെലവുകൾ വരുമ്പോൾ നമുക്കത് നോക്കാം. ഓക്കെ, വിഷമിക്കണ്ട കേട്ടോ. നമ്മൾ മരണത്തെ ഒന്നും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ജീവിച്ചേ പറ്റൂ. ഈ കുട്ടിയാണ് ഇവിടെ ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നതിന് മുന്നേ ആ ചൂരൽമലയിലെ സ്കൂളില്, വെള്ളാർമല സ്കൂളില് ഒരു പ്രവചനം നടത്തുകയും അത് കഥയിൽ എഴുതുകയും ചെയ്തു. നമ്മൾ അലക്സ് അത് സ്റ്റോറി ചെയ്തു. നമ്മളെ യഥാർത്ഥത്തിൽ ഈ മോള് ഒരു കഥ എഴുതിയിട്ടുണ്ട്. ഈ വെള്ളാർമല സ്കൂളിലാണ് ഇവള് പഠിക്കുന്നത്. ഇവള് എഴുതിയ കഥയിൽ 1-2 പരാമർശങ്ങളുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പ്രവചനമായിരുന്നു ഇവളുടെ കഥയിലെ ആ വരികൾ. നമ്മൾ നടുങ്ങിപ്പോയി. ഒരു കുട്ടി മനസ്സിൽ ഇതൊക്കെ ഉണ്ടാകുമോ? അവൾ പറയും ആ വരികൾ എന്തായിരുന്നു അവൾ നേരത്തെ കുറിച്ച് വെച്ചത്. എന്നാൽ ഇവള് കുറിച്ച് വെച്ചതിന് ശേഷം ഒരു ഉരുൾ വന്ന് ഈ വെള്ളാർമല സ്കൂളിനെ തന്നെ വിഴുങ്ങി എന്നതാണ് പിൽക്കാല ചരിത്രം നമ്മൾ കണ്ടത്. ലോകമെമ്പാടുമുള്ള നമ്മുടെ പ്രേക്ഷകർ നടുങ്ങിപ്പോയ ഒരു സംഭവമാണ് ഇവളുടെ വാക്കുകൾ. അവൾ എന്താ എഴുതിയത്? മാഗസീനിലേക്ക് കൈറ്റിന്റെ കഥ എഴുതാൻ പറഞ്ഞു. അങ്ങനെ എഴുതിയതാ. അപ്പം മനസ്സിൽ തോന്നി. എഴുതിയ 2 വരികളുണ്ടല്ലോ, ഞാനൊക്കെ തകർന്നു പോയ 2 വരികളത്. എല്ലാവരും ഇവിടം വിട്ടു പോയിക്കോളൂ, ഈ നദി നിങ്ങളെ കവർന്നെടുക്കും. ഇതോർത്തിട്ടല്ല, ഇങ്ങനൊന്നും വരുമെന്ന് ഓർത്തില്ല. ആ മോള് അതിൽ ഒരുപാട് വിഷമം വരുന്നുണ്ടെന്ന് തോന്നുന്നു അത് പറയുമ്പോൾ. എന്തായാലും ആ കഥ നമ്മൾ ടെലികാസ്റ്റ് ചെയ്തതുമാണ്. അവളെന്നൊരു ഭാവനയിൽ നിന്ന് എഴുതിയതാണ്. പക്ഷെ അത് അതിന്റെ പൂർണ്ണ ശക്തിയിൽ ഫലിച്ചു. ഒരുപാട് മനുഷ്യർ മരിച്ചു. അവളുടെ അച്ഛനും അവൾക്ക് നഷ്ടപ്പെട്ടു. അവൾ എഴുതിയ കഥയിൽ അതൊക്കെ അവൾ മുൻകൂട്ടി കണ്ടതുപോലെ ആയിരുന്നു. സാർ, സന്ധി ചേച്ചി പ്രണയിച്ച് വിവാഹം കഴിച്ച് വയനാട്ടിലെത്തിയ ആളാണ്. പത്തനംതിട്ടക്കാരിയാണ്. അപ്പം ലെനിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ്, അത് അവർക്ക് വളരെ ജീവനായിരുന്നു. ഞങ്ങൾ ശരിക്കും അവരുടെ വീട്ടിലെത്തുന്നത് അവരുടെ കയ്യിൽ കഴിഞ്ഞ ദിവസം ലെനിൻ ചേട്ടൻ്റെ ഒരു പച്ച കുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ലെനിൻ ചേട്ടൻ ഒരുപാട് ഈ ടാറ്റു ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. ആ ചേച്ചി തന്നെ പറയും ശരിക്കും എന്താണ് കഥ എന്നുള്ളത്. ടാറ്റു ഒത്തിരി ഇഷ്ടമായിരുന്നു. 5-6 ടാറ്റു ഉണ്ടായിരുന്നു ദേഹത്ത്. അപ്പോൾ എനിക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. ഇങ്ങനെ വിട്ടുപിരിഞ്ഞ് നിന്നിട്ടില്ല. ഇപ്പോൾ ഇനി ഒരിക്കലും കാണാൻ പറ്റാത്ത ദൂരത്തേക്ക് പോയി. അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് നോക്കുമ്പം എന്നെ നോക്കി ചിരിക്കുന്ന പോലെ തോന്നണം. അങ്ങനെ ഞാൻ ബത്തേരിയിലുള്ള മനോജ് എന്ന് പറഞ്ഞ ചേട്ടന്, ഇല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടാണ്, അങ്ങനെ ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്തു തരാൻ പറഞ്ഞു. ചേട്ടൻ ഫ്രീ ആയിട്ട് ചെയ്തു തന്നു. അപ്പം ഇപ്പം എനിക്ക് മക്കൾക്കൊക്കെ നോക്കുമ്പോൾ ഞങ്ങളെ നോക്കി ചിരിക്കുന്ന ഒരു ഫീല് വരുന്നു. ഇപ്പോൾ അത്യാവശ്യമായിട്ട് ഇപ്പം എന്താ വേണ്ടത്? വീടാണോ? വീടില്ല. ഇടവണ്ണൂരുള്ള ഒരാൾ സ്ഥലം തരാമെന്ന് പറഞ്ഞു. പക്ഷേ അയാളുടെ സമീപനം, സ്ഥലം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മക്കളെയും കൊണ്ട് സുരക്ഷിതമായിട്ട് അവിടെ ജീവിക്കാൻ പറ്റൂല. അപ്പം ഞാൻ ആ തന്ന സ്ഥലം വേണ്ടാന്ന് പറഞ്ഞു. കാരണം എനിക്ക് സ്ഥലം ഇല്ലെങ്കിലും പെൺകുഞ്ഞുങ്ങളായതുകൊണ്ട് സേഫായിട്ടിരിക്കാനും സമാധാനത്തോടെ ഇരിക്കാനും എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ ആ സന്തോഷപൂർവ്വം നിരസിച്ചു. ഇദ്ദേഹത്തിന് എന്തായാലും സംസ്ഥാന സർക്കാർ ഈ ഭാഗത്ത് 2 ടൗൺഷിപ്പുകൾ കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 ടൗൺഷിപ്പുകളിൽ ഇവർക്കൊരു വീട് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ആ വീട് 24 വെച്ചു കൊടുക്കും.
ഞങ്ങൾ വിഷമിക്കാതെ പോവുക, ഞങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങളെല്ലാവരും ഈ ഇരിക്കുന്ന ജനാവലി മുഴുവൻ താങ്കൾക്കൊപ്പമാണ്. അപ്പോൾ ലോകമെമ്പാടും ഇരുന്ന് നമ്മൾ ഈ സംപ്രേഷണം ചെയ്യുന്നത് കാണുന്ന ആളുകളും ഈ മകളുടെ കഥയെഴുത്തും എല്ലാം അവരുടെ മനസ്സിലുണ്ടാകും. ഒരു നൊമ്പരമാണ് ഇവളുടെ കഥ. പക്ഷേ ആ നൊമ്പരത്തിനപ്പുറം നമുക്ക് ജീവിച്ചേ പറ്റൂ, നമുക്കിനി മുന്നോട്ട് പോയേ പറ്റൂ. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകും. സന്തോഷമായിട്ട് പോവുക, നമ്മളുണ്ട് കൂടെ. ഓക്കെ, മോള് മിടിക്കായിട്ട് പോവുക കേട്ടോ. എന്താ പേര്? ലക്ഷ്മി. ഞാനൊരു പൊട്ടന, ആദ്യം കേട്ടില്ലേ. ഓക്കെ, വളരെ സങ്കടകരമായ ഒരു സംഭവമാണിത്. ഇപ്പോൾ വെള്ളാർമല സ്കൂളിലൊക്കെ പഠിച്ച ഒരുപാട് കുട്ടികൾ നമ്മുടെ കൂടെ ഇല്ല. പക്ഷേ നമുക്ക് ഈ വെള്ളാർമല സ്കൂളിലൊക്കെ പഠിക്കുന്ന മറ്റു കുട്ടികളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണം. അതുകൊണ്ട് നമ്മൾ കരഞ്ഞു വിളിച്ചിരുന്നിട്ട് കാര്യമില്ല, നമുക്കിനി മുന്നോട്ട് പോയേ പറ്റൂ. ജീവിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ട്, ആ മനുഷ്യരെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ അവരുടെ ജീവിതം രക്ഷപ്പെടും. കാര്യം മരിച്ചുപോയവരോട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആദരം ജീവിച്ചിരിക്കുന്നവരെ നമ്മൾ പരമാവധി സ്നേഹിക്കുക, അവരെ സഹായിക്കുക, വാത്സല്യത്തോടെ നമ്മൾ ചേർത്ത് പിടിക്കുക. ഒരു അപകടം വരുമ്പോൾ മലയാളി എപ്പോഴും അങ്ങനെയാണ്. 2018-ലും 2019-ലും ഒക്കെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും 2020 നമുക്ക് 2020 കോവിഡ് വന്നപ്പോഴും ഒക്കെ നമ്മൾ ഒരു ചങ്ങല പോലെ പെരുമാറി ലോകത്തിൻ്റെ മുമ്പിൽ മാതൃക കാണിച്ചു കൊടുത്തവരാണ് മലയാളി ജനസമൂഹം. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിസന്ധിയിലും വയനാട്ടിലെ ഈ ദുരന്ത ഭൂമിയിൽ നമ്മൾ ഉണ്ടാകും എന്ന് നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നു.